ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിവുള്ളത് ആർക്കാണെന്നറിയോ? അതൊരു മറ്റൊരു സ്ത്രീക്കാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരൊരു സ്ത്രീയല്ലേ, ഞാനും ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻസോട് കൂടി ഞാൻ പറയുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും ഒരുപാട് എനിക്ക് ഹേർട്ടായിട്ടുള്ളതും എനിക്കൊരു സ്ത്രീയിൽ നിന്നാണ്. എൻ്റെ ചുറ്റിലുള്ള ഞാൻ ഒരുപാട് സുഹൃത്തുക്കളുടെയാണെങ്കിലും ആളുകളുടെയാണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഉമ്മയുടെ എല്ലാ സാഹചര്യങ്ങളും കണ്ടതിലും സ്ത്രീകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വേദനകളും സങ്കടങ്ങളും കുത്തുവാക്കുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി പുരുഷൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും പുരുഷന്മാരുടെ കാര്യം നോക്കുമ്പോൾ ഒരു പുരുഷനും മറ്റൊരു പുരുഷനെ അല്ല കൂടുതൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു സ്ത്രീ തന്നെ ആയിരിക്കും. ഇത് ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല എങ്ങനെ രീതിക്ക് എടുക്കാമെന്ന്. പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത്രയ്ക്ക് എന്തൊക്കെ പോലും ഞാൻ പോയ ഈ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പോയ ഈ സാഹചര്യങ്ങളൊക്കെ ചിലവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്കത് അങ്ങനെ കുത്തുവാക്കുകളൊക്കെ ഈ പറയുന്ന സ്ത്രീകൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ, സ്വന്തം കാര്യത്തിനേക്കാൾ കൂടുതലും സ്വന്തം ആളുകളെക്കാൾ കൂടുതലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഉത്കണ്ഠപ്പെടുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്താകും, അവർക്ക് എന്തെങ്കിലും നല്ലത് വരും, അവർക്ക് എന്തെങ്കിലും ഇത് ഉണ്ടോ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവർ ഓക്കെ ആണെങ്കിൽ ഇവിടെ ചില സ്ത്രീകൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അവർ ഹാപ്പിയാണ് എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്, അവർക്ക് ഉത്കണ്ഠപ്പെടുകയാണ്, അവർ നന്നാവുമോ, നല്ല രീതിയിൽ ജീവിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഇത്രയും വൃത്തികെട്ട രീതി സ്ത്രീകൾക്കുള്ളത്. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആണുങ്ങൾക്ക് എപ്പോഴും ഒരുപാട് കുശുമ്പും ഇതൊന്നുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരെപ്പോഴും അവരുടെ കാര്യങ്ങൾ നോക്കുക, അവരുടേതായ രീതിയിൽ നിൽക്കുക, നല്ലൊരു നല്ലത് വരുമ്പോൾ ഓക്കെ ഫൈൻ, അവർ മറന്നു പോകും. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. ഒരാൾ നന്മ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ആദ്യം കയറി ഭയങ്കര വീർപ്പിച്ചിട്ട് അതിനുള്ള എന്തെങ്കിലും ഇല്ലാണ്ടാക്കാനുള്ള പരിഹാരങ്ങൾ നോക്കുക. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ഡിലൈഡ് എനിക്ക് പറയുമ്പോൾ ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ മനസ്സിലാകുന്നവർക്ക് ആളുകൾക്ക് മനസ്സിലാവും, അല്ലാത്ത ആളുകൾക്ക് മേ ബി അതൊരു ജസ്റ്റ് ഞാനൊരു സ്റ്റോറി പറയുന്ന പോലെ ഫീൽ ആവുള്ളൂ.